നമസ്കാരം. വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. പരസ്യം പരസ്യം പരസ്യം, എവിടെ തിരിഞ്ഞാലും പരസ്യം. ടി വി തുറന്നാലും പത്രം തുറന്നാലും ഇനി ഫോൺ തുറന്നാലും ഇനി റോഡിലോട്ടൊന്ന് ഇറങ്ങിയ ബസ്സിന്റെ ബാക്കിലും എന്തിനു കുന്നത്ത് വളവിൽ വരെ എടുത്താ പൊങ്ങാത്തൊരു പരസ്യം. ഈ പരസ്യമൊന്നും കാണണ്ടെന്ന് വിചാരിച്ച് വീട്ടിൽ മിണ്ടാതിരിക്കാന്ന് വിചാരിച്ച ബാഗും തൂക്കി പരസ്യം പറയാൻ വേണ്ടി മാത്രം ചിലർ വീട്ടിലോട്ടും വരും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മമ്മയും കൊച്ചനും കുഞ്ഞമ്മയും വല്യച്ഛനും വല്യമ്മയും എല്ലാവരും കൂടെ ജനിക്കുന്നുണ്ടെന്ന് പറയുന്ന പോലെ ഒരു പരസ്യം വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഡ്വർടൈസിങ് ഏജൻസി, ഒരു മോഡൽ, അതിനുവേണ്ടി ഒരു പ്രൊഡ്യൂസർ, ഒരു എഡിറ്റർ, ഒരു ക്യാപ്ഷൻ കിങ് എന്നിവരും കൂടെ ജനിക്കുന്നുണ്ട്. നമ്മൾ 10 സെക്കൻഡ് കൊണ്ട് കണ്ടു തീർക്കുന്ന ഒരു പരസ്യത്തിൻ്റെ പുറകിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടെന്നറിയോ? ഈ പരസ്യക്കാർക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല എന്ന് നമ്മളെ ബ്രോഡാഡി സിനിമയിൽ നമ്മളെ കല്യാണി കൊച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണ്. നമ്മൾ ഈ പരസ്യം ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞിട്ട് അതിന് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന കൊള്ളരുതായ്മ മറച്ചു വയ്ക്കാനുള്ള അവരുടെ കഴിവില്ലേ, അത് വേറെ ആർക്കും കാണൂല. ഈ പരസ്യവും എൻ്റെ അമ്മൂമ്മയും തമ്മിൽ ഒരു തെറിവിളി ബന്ധമാണ്. അമ്മൂമ്മ നല്ല ആസ്വദിച്ച് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കെ സീരിയലിലെ നായിക മരിക്കാൻ വേണ്ടി വിഷക്കുപ്പി ഇങ്ങനെ കയ്യിലെടുക്കുന്നു. നായകൻ 100 കിലോമീറ്റർ അവിടെ നിന്ന് ഓടിക്കൊണ്ട് വരുന്നു. ഇതെല്ലാം കണ്ടിട്ടും ആ നായിക മുറിയിലിട്ട് പൂട്ടിയിട്ട് വെളിയിൽ വിരലിൽ താക്കോലിട്ട് കറക്കിക്കൊണ്ട് നിൽക്കുന്ന അമ്മായിയമ്മ. വിഷക്കുപ്പി, ഓട്ടം, കറങ്ങുന്ന താക്കോൽ, ടിൻ ടിൻ ടിടിങ് ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് റമ്മി കളിക്കൂ, പൈസ നേടുന്നു. ആരായാലും തെറി വിളിച്ച് പോവില്ലേ? ഇനി അമ്മയും പരസ്യവും തമ്മിൽ വളരെ വലിയൊരു ആത്മബന്ധമാണ്. ഈ നാഗവല്ലി ആവുന്ന നിമിഷം ഗംഗയ്ക്ക് നകുലൻ്റെ ഉറക്കത്തിൻ്റെ ആഴമളക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്ന പോലെ ഒരു പരസ്യം തുടങ്ങിയാൽ അത് എത്ര സമയം നീണ്ടു നിൽക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര പാത്രം കഴുകാം, അല്ലെങ്കിൽ എത്ര തുണി അലക്കാം, ചോറ് വാർക്കാനുള്ള സമയമുണ്ടോ, ഇതുവരെയുള്ള കാര്യങ്ങൾ കണക്റ്റാക്കി എടുക്കാൻ അമ്മയ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പറയും, പെട്ടെന്ന് പരസ്യം തീരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥിക്കാൻ അല്ലെങ്കിലും എല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ എന്നാണല്ലോ. പക്ഷെ അച്ഛൻ ഇപ്പോഴും മനസ്സിലാവാത്തത് ഈ പരസ്യവും ഈ ന്യൂസ് ചാനലും തമ്മിലുള്ള ഒരു ഒത്തൊരുമയാണ്. പക്ഷെ ഒരു ന്യൂസ് കൊടുക്കുമ്പം അവർക്ക് അത്രയും വലിയ ഐക്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആറ്റുകാൽ പൊങ്കാലയുടെ സമയമാണല്ലോ. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഒരു ചാനലിൽ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള നഗര വികസനം എന്തൊക്കെ ക്രമീകരണങ്ങൾ കുറച്ചുകൂടെ ചെയ്യായിരുന്നു എന്ന് ആധികാരികമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ചാനലിൽ ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ആംബുലൻസ് കേസിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും അല്ലാതെ മൂന്നാമത്തെ ചാനൽ പൊങ്കാലയല്ലേ, പൊങ്കാല ഇടാൻ ചിപ്പിച്ചേച്ചിയെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് മൈക്ക് കൊടുത്ത് അന്വേഷിച്ചുകൊണ്ട് നടക്കും. അപ്പോഴാണ് പരസ്യം വരേണ്ടത്. ഷിൻ്റെ അമ്മേ, അടുത്ത സെയിം ടൈമിൽ തന്നെ ഒരേപോലെയുള്ള പരസ്യം. ഇവരുടെ ആ ഒത്തൊരുമ നമ്മൾ കാണാതെ പോകരുത്. ശരിയാ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു പത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ നല്ല കാണാൻ കൊള്ളാമെന്നുള്ളൊരു കൊച്ച് വിത്ത് സ്വർണ്ണത്തിൽ അങ്ങ് പൊതിഞ്ഞ് ഒരു ജ്വല്ലറിയുടെ പരസ്യം. അതേ പത്രത്തിൻ്റെ 3-ാമത്തെ പേജിൽ ഇടത്തെ അറ്റത്ത് ചെറിയൊരു കോളം, ഇന്നത്തെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. എന്തൊരു വിരോധാഭാസം അല്ലേ? എലിവിഷത്തിന് വരെ എക്സ്പയറി ഡേറ്റുള്ള ഇക്കാലത്ത് പരസ്യത്തിനെ മാത്രം അങ്ങ് കണ്ണടച്ച് കുറ്റം പറയാനൊന്നും പറ്റൂല. സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെ ഇപ്പം എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കും. ഞാൻ തന്നെ ഈ നിന്ന് വായിട്ട് അലച്ചോണ്ടിരിക്കണേ, ഇതിൻ്റെ ഇടയിൽ പരസ്യം വന്നില്ലെങ്കിൽ യൂട്യൂബ് എന്നെ നോക്കി മുഖം കറപ്പിക്കൂലേ? ഏറ്റവും രസം ഈ പരസ്യത്തിൻ്റെയൊക്കെ ഒരു ക്യാപ്ഷനാണ് കേട്ടോ. നമ്മൾക്കൊക്കെ ഒരു ക്യാപ്ഷൻ കിട്ടാൻ വേണ്ടി മൂക്കിട്ട് ഇക്ഷ, ഇണ്ണ, ഇപ്പ, ഇത്ത ഒക്കെ വരച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കണം. വേർ എവർ യു ഗോ ഐ ആം ദെയർ, ഗാദാജ കിട്ടും അങ്ങനെ ഒരു നല്ല ക്യാപ്ഷനൊക്കെ. ഈ 4Gയുടെ പരസ്യം തന്നെ, നാളെ കാൺപത് ഇന്ന് കാണൂ, ഇന്ന് കാൺപത് റൈറ്റ് നൗ. നാളെ ഇതൊക്കെ കാണാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന യാതൊരു ഉറപ്പുമില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രപഞ്ച സത്യം ഇത്രയും മനോഹരമായിട്ട് വേറൊരാൾക്കും പറയാൻ പറ്റൂല. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായിടേണം അല്ലേ? പൊന്നും കുടത്തിന് പൊട്ടുപോലും വേണ്ടെന്നാണ് പഴഞ്ചൊല്ല്. പിന്നെന്തിനാണ് അപ്പോൾ പൊന്ന്? ഇങ്ങനെ പറഞ്ഞ് സ്വർണം 1 ലക്ഷം കടന്നു. ഇനി അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐശ്വര്യം വരുമെന്ന്. ഏറ്റവും രസം അതല്ല. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നേരെ ടോയ്ലറ്റാണോ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നത്? ഇല്ല, ഇനിയിപ്പോൾ വരണ ആൾക്ക് പോകാൻ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളൊന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കൂലേ കൊണ്ടുവന്ന് കയറ്റാൻ? അല്ല, ഷാറുഖ് ഖാനൊക്കെ വന്നിട്ട് ഇടിച്ച് കയറി നേരെ ടോയ്ലറ്റ്. എൻ്റെ വീട്ടിലാറ്റ SRK വന്ന് നേരെ ടോയ്ലറ്റിലോട്ട് പോയി കഴുകിത്തരേണ്ട അവസ്ഥ വന്നാൽ ഞാൻ ഓടിപ്പോയി വല്ല ഡാമിലും ചാടും. പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ട്? വിശന്നാൽ നിങ്ങളല്ലാതായി മാറും. പിന്നെ അത് സത്യമല്ലേ? ഇനി ഭയങ്കരമായിട്ട് വിശപ്പ് വന്നാൽ അംബാനി വരെ പുളിയങ്കൂര് വറുത്തത് തിന്നും. നിങ്ങൾ തിന്നിട്ടുണ്ടോ? ഞാൻ തിന്നിട്ടുണ്ട്. നല്ല സ്വാദാണെന്നേ. വിശപ്പിൻ്റെ മഹത്വം ഇത്രയും വലുതായിട്ട് പറയുന്ന വേറൊരു പരസ്യമില്ല. അതും നമ്മുടെ നാട്ടിൽ. വിശന്നപ്പോൾ കുറച്ച് അരിയും ബണ്ണും ഒക്കെ മോട്ടിച്ച മധുവിനെ തല്ലിക്കൊന്ന നാട്ടിലാണ്. കേൾക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പൊതുവായിട്ട് പറയും, 2 മലകൾ തമ്മിൽ ചേർന്നാലും 4 ചേരുവില്ലാന്ന്. വെറുതെയാണ്. നമ്മളെ അമലാപോളിന് വട്ടച്ചൊറി വന്നപ്പം കൂട്ടുകാരി റിയ അല്ലേ മറ്റേ വെളിച്ചെണ്ണ ചേർത്ത സോപ്പ് റെക്കമെൻഡ് ചെയ്തത്.
റിയയ്ക്ക് വട്ടച്ചൊറി വന്നപ്പോൾ വേറെ ഏതോ കൂട്ടുകാരിയാണ് റെക്കമെൻഡ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തൊരുമ ഇല്ലാതെയൊന്നുമില്ല. വട്ടച്ചൊറി ആണോ മാറോ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കും. ഇനി വേറൊന്നുണ്ട്, നല്ല രസമുണ്ട്. കിസ് മീ, ടേസ്റ്റ് മീ, കിസ് മീ. ചോക്ലേറ്റിൻ്റെ പരസ്യമാണ്. ഇത് കണ്ടിട്ട് അങ്ങ് ചെന്ന് കയറിക്കൊടും. പിറ്റേന്നത്തെ പത്രത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത വരും. അതെ, ഈ പരസ്യമൊക്കെ കണ്ടിട്ട് രഹസ്യമായിട്ട് വരുന്നത് രഹസ്യമായിട്ട് തന്നെ അങ്ങ് മാറ്റി വെക്കണം. ഈ ന്യൂ ജനറേഷന് വേണ്ടി ഏറ്റവും നല്ല അടിപൊളി പരസ്യം ഇറങ്ങിയിട്ടുണ്ട്. ഈറ്റ് 7 സ്റ്റാർ, ഡു നത്തിങ്. നീ വല്ലതും കഴിച്ചുകൊണ്ട് മിണ്ടാതെ ഒരു മൂലക്കിരിക്കണത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉപകാരമാണ്. വേറൊന്നുണ്ട്. നിന്നെ ഒരു നോക്ക് കണ്ടാലോ ദിനം ധന്യമായി, ദിനം ധന്യമായി. ഈ പരസ്യം കണ്ടിട്ട് കഴിഞ്ഞ 1-ാം തീയതി അങ്ങ് ചെന്ന് കയറി കൊടുത്തു. ഇനി പാണ്ടിലോറി നെഞ്ചത്തിടിക്കാണ്ട് മാത്രമേ ഉള്ളൂ. പരസ്യമാണ് പോലും പരസ്യം. ഇനി ഏറ്റവും നല്ല മെസ്സേജ് കൊടുക്കുന്ന പരസ്യങ്ങളും ഉണ്ട്. അച്ഛൻ ഇന്ന് സ്കൂളിൽ വരണ്ട, കൂട്ടുകാരെന്നെ കളിയാക്കുന്നു. കുറച്ച് മുടി വെളുത്തു പോയേനാണ്. ആ വിവരമില്ലാത്ത കൊച്ചി എന്തേലും പറഞ്ഞെന്ന് പറഞ്ഞ് 2 അടി കൊടുത്ത് മൂലയ്ക്ക് ഇരുത്താനുള്ളതിന് മേക്കപ്പ് ഇട്ട തള്ള കൂടെ പിടിക്കും. 1 മിനിറ്റിൽ മുടി കറുപ്പിക്കാം അല്ലേ? അങ്ങേരി ഇനി ചാവാറായി ആംബുലൻസ് വിളിക്കേണ്ട സ്റ്റേജ് വരുമ്പോഴും നിങ്ങൾ ഡൈ അടിപ്പിച്ചിട്ട് ആംബുലൻസിൽ കയറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. വേറെ ഉണ്ട് പാത്രം കഴുകുന്നത്. ഒരു സ്പോഞ്ച്, ഒരു തുള്ളി, ഒറ്റ വര. ആഹാ, ഇത് കണ്ട് ഞാനും ഒറ്റ വര, രണ്ടാമത്തെ വര, പിന്നെ വരയോട് വര. അവസാനം 2 കൈ കുത്തിയിരുന്ന് 2 കൈ കൊണ്ടും ആ പാത്രം പിടിച്ചിട്ട് നമ്മളെ ഫ്രണ്ട്സ് സിനിമയിലെ ശ്രീനിയേട്ടനെ ഉരക്കണത് പോലെ കാലും കൂടെ വെച്ചങ്ങ് ഉരച്ച് തേച്ച് കഴുകി അങ്ങ് എടുക്കുമ്പോൾ അതിൽ കാണുന്ന പോലെ കണ്ണാടി പോലെയൊന്നും വരില്ല. കഴുകി എടുത്ത് കമത്തി വെച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് പോയി കണ്ണാടി നോക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. കൊച്ചിലെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വനജ ടീച്ചർ, കണക്ക് ടീച്ചർ വന്ന് 8 + 10 എത്രയെന്ന് ചോദിച്ചാൽ നമ്മളെ 2 കൈയും എടുത്ത് നമ്മുടെ കാലും എടുത്ത് തികയാത്തോണ്ട് അടുത്തിരിക്കണം മഞ്ജുവിൻ്റെ വിരൽ വരെ കൂട്ടിയിട്ടാണ് നമ്മൾ ഉത്തരം പറയണത്. എന്നാലും തെറ്റും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ടീച്ചർ ക്ലാസ്സിലൊരു കൊച്ചിനെ നോക്കിയിട്ട് 899 രൂപയുടെ സാധനം 3 എണ്ണം വാങ്ങിയാൽ എത്രയാവുമെന്ന് ചോദിച്ചാൽ ആ കൊച്ചു ഉടനെ പറയും ഇന്ന ജൗളിക്കടയിൽ പോയാൽ മതി 899 രൂപയ്ക്ക് 3 എണ്ണം കിട്ടും, ഇപ്പം ആടി കിഴിവാണെന്ന്. പറഞ്ഞു തീരണതിന് മുമ്പ് ആ CID മൂസയിലെ ബിന്ദു പണിക്കരെ പോലെ ടീച്ചർ പിന്നെ കാണുന്നതെല്ലാം വാരി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഇൻഷുറൻസിൻ്റെ കാര്യവും ഷെയർ മാർക്കറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും അതിൽ നേടിക്കഴിഞ്ഞാലുള്ള എന്തൊക്കെ ഗുണങ്ങളെന്നും അവർ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അറ്റ് ലാസ്റ്റ് അവരുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ പറയണമെങ്കിൽ കേട്ടിട്ടുണ്ടോ? വല്ലോ മനസ്സിലായോ? ഇനി നിങ്ങൾ സ്ലോ മോഷൻ ഇട്ട് കേട്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കരുത് എന്നതാണ് അവരുടെ അജണ്ട തന്നെ. ഇനിയിപ്പം മനസ്സിലാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സിഗരറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ക്യാൻസറിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് വലിച്ചു വിടുന്ന ചേട്ടന്മാരല്ലേ നമ്മൾ, അല്ലേ? നമ്മൾ 90s കിഡ്സിന് ക്ഷമയുടെ കാര്യം കുറച്ച് കൂടുതലാണല്ലേ? ഒന്നും വേണ്ട, ഈ ഓണത്തിനൊക്കെ 4 മണിക്ക് തുടങ്ങുന്ന സിനിമ തീരാൻ 10 മണിയാവും വിത്ത് മുടിഞ്ഞ പരസ്യം. അത്രയും കണ്ടു തീർത്ത് ആ പരസ്യത്തിൻ്റെ മനപ്പാടമാക്കിയിട്ട് ആ സിനിമ ഫുള്ള് കണ്ടു തീർക്കുന്ന നമ്മളുടെ ക്ഷമ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ 2K കിഡ്സിന് അത്രയും വലിയ ക്ഷമയൊന്നുമില്ല. അവർ TV നോക്കാറേ ഇല്ല. ഫോൺ നോക്കിയാൽ തന്നെ ഒരു വിരലിങ്ങനെ പൊക്കി വെച്ചിരിക്കും. സ്കിപ്പ് ആഡ് വരുന്നതും പെട്ടെന്ന് അമർത്താൻ അവർക്ക് കളയാൻ സമയമില്ല എന്നുള്ളതാണ്. പരസ്യമൊക്കെ കണ്ട് സാധനം വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗുണനിലവാരവും എക്സ്പയറി ഡേറ്റും മുഖ്യം ബിഗിലെ. നമ്മൾ ഇന്ന് കാണുന്ന പരസ്യം നാളെ നമ്മളെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അതേ സാധനം ഫ്രണ്ടിൽ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണല്ലേ? നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന തീപ്പെട്ടിക്ക് ഒരു പരസ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്തിനും പരസ്യമുള്ള നാടാണ്. ഭരണം പരസ്യം, വിദ്യാഭ്യാസ പരസ്യം, ഇലക്ഷൻ പരസ്യം, പെൻഷൻ പരസ്യം, വായിക്കുന്ന പത്രത്തിന് വരെ പരസ്യം, എന്തിന് ദാനം ചെയ്ത അതും പരസ്യം അല്ലേ? എനിക്ക് മനസ്സിലാവത്തെ ഒരു നല്ല ലൈബ്രറിക്ക് അല്ലെങ്കിൽ ഒരു ബുക്കിന് ഒരു പരസ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, വായിച്ചാൽ ബുദ്ധിയുള്ളവനാവും. അപ്പോൾ കൂടുതൽ പരസ്യമൊക്കെ കണ്ട് ആ ബുക്കൊന്നും വായിച്ച് ബുദ്ധിയുള്ളവനാവാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ പരസ്യങ്ങൾ എല്ലാം തെറ്റാണ് എന്നൊന്നുമില്ല. ഒരു പ്രൊഡക്റ്റ് അത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ചോയ്സാണ്. എന്നാൽ ആ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ലതാണോ എന്നും അത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുണ്ടോ എന്ന് തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മളുടെ ചോയ്സ്. അത്രയും അല്ലേ? താങ്ക് യു.